മറ്റു വാർത്തയിലേക്ക്. ചെറുവണ്ണൂരിൽ ആസിഡ് ആക്രമണം നേരിട്ട പ്രവിശ്യയെ പ്രതി നിരന്തരം ആക്രമിച്ചിരുന്നതായി അമ്മ സ്മിത. മൂത്ത മകനെയും സഹോദരനെയും പ്രതി പ്രശാന്ത് നേരത്തെയും ഉപദ്രവിച്ചു. പലതവണ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും പോലീസ് മുന്നറിയിപ്പ് നൽകി വിട്ടയക്കുക മാത്രമാണ് ചെയ്തതെന്നും സ്മിത പറഞ്ഞു. അഖില CP ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അതിനു മുമ്പേ സ്മിതയുടെ ഒരു പ്രതികരണം കണ്ടതിന് ശേഷം അഖിലയുടെ വാർത്തയിലേക്ക് പോകാം. ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്തെ ലഹരി, പിന്നെ കുറച്ചു കാലം മദ്യപിക്കാണ്ട് ചികിത്സയൊക്കെ ചെയ്ത് നിർത്തിയിരുന്നു. പിന്നെ രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്തതിനെ കൊണ്ട് ഇപ്പം വെറും മാനസിക രോഗികളെ പോലെ ആണ്. പിന്നെ ഇപ്പം രണ്ടാമത്തെ ഇത് സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. എപ്പോഴും പറയുക എങ്ങനെയാണ് എൻ്റെ കൂടെ തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാവരെയും ഓളെ മാത്രമല്ല അച്ഛനെയും അമ്മേനെയും അങ്ങളേനെയും ഒക്കെ കൊല്ലും. വാണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 4 പ്രാവശ്യം അല്ലെ ഒരു 3 പ്രാവശ്യമൊക്കെ അല്ലേ വാണിംഗ്. ഇത് 5-8 പ്രാവശ്യം കേസ് കൊടുത്തിട്ടും വാണിംഗ് അവനെ വിടുകയാണ് അവർ ചെയ്യുന്നത്. സ്വാഭാവികമാണ് CP അഖില. അതായത് പോലീസ് വാൺ ചെയ്ത് വിടുന്നു, തുടർച്ചയായിട്ട് വാൺ ചെയ്ത് വിടുന്നു. അതിനുശേഷം ഒരു ആസിഡ് ആക്രമണം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, തുടർച്ചയായ മർദ്ദനം ഉണ്ടാകുന്നു. പോലീസിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയില്ല. ഇത്തരം പരാതികൾ വരുന്ന സമയത്ത് ഈ അമ്മ പറയുന്ന പോലെ ആണെങ്കിൽ കൃത്യമായ ഒരു ഇടപെടൽ പോലീസ് നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ദുർഗതി പ്രവിശ്യയ്ക്ക് വരുമായിരുന്നു. തീർച്ചയായും മാർഷൽ, അത് തന്നെയാണ് അമ്മ നമ്മളോട് പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രതി പ്രശാന്ത് നിരന്തരം ഒരു വൈരാഗ്യ ബുദ്ധിയോടെ, ഒരു പ്രതികാര ബുദ്ധിയോടെയാണ് പലതവണ പെരുമാറിയിരുന്നത്. അതായത് 13 വർഷത്തെ നീണ്ട ദാമ്പത്യം അവസാനിപ്പിച്ചതിനു ശേഷവും വീണ്ടും ബന്ധം തുടരണം എന്നുള്ള കാര്യങ്ങളുമായി നിയമപരമായി വേർപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ടും ഇത്തരത്തിൽ ബന്ധം തുടരണം എന്ന് പറഞ്ഞ പ്രവിശ്യയെ നിരന്തരം ശല്യം ചെയ്തിരുന്നു. ആ ശല്യം ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ശല്യം ചെയ്യുന്നത് തുടർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 8 തവണയോളമാണ് ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നത്. പക്ഷേ പോലീസ് എപ്പോഴും ഈ പ്രതിയെ വിളിച്ചു വരുത്തി ഉപദേശിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ പറയുന്ന ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ സ്വന്തം മകൾക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. കാരണം ICUവിലെ ഗുരുതരാവസ്ഥയിലാണ് പ്രവിശ്യ കഴിയുന്നത്. ഭക്ഷണം ഇറക്കാൻ സാധിക്കുന്നില്ല. ഈ പറയുന്നത് പോലെ ശ്വാസകോശത്തിൽ ഉൾപ്പെടെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ ഷിബിലി ഉൾപ്പെടെയുള്ള കേസുകൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ അമ്മ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.